എന്ത് വൃത്തികെട്ട പരിപാടിയാണെന്നറിയാം ആദിലെ നൂറ് അവിടെ കിടന്ന് കാണിക്കുന്നത്. ആദിലയുടെ കയ്യിൽ ഈ അനുമോള് ഈ ടിഷ്യൂ പേപ്പറിലെ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്തസ്സുള്ളവളായിരുന്നെങ്കിൽ അവൾ ആ ടിഷ്യൂ പേപ്പർ അപ്പം തന്നെ ക്യാമറ അല്ലേ അവിടെ ഇരിക്കണം, ക്യാമറയുടെ മുന്നിൽ കാണിച്ചിട്ട് അവൾക്ക് പോയാൽ പോരായിരുന്നോ? അതെന്താ അവൾ ചെയ്യാഞ്ഞേ? അപ്പം അതിലെന്തോ ഒരു കള്ളത്തരമില്ലേ, അതുകൊണ്ട് തന്നെ ചെയ്യാഞ്ഞത്. അവൾക്ക് അനുമോളെ എങ്ങനെയെങ്കിലും നൂറയ്ക്ക് വോട്ട് കൊടുക്കുക, നൂറനെ ജയിപ്പിക്കുക. എന്താണ് ഇവരവിടെ ചെയ്തത്? ആ പ്രേക്ഷകരുടെ അടുക്ക എന്താണ് ഇവരവിടെ ചെയ്തത്? എന്ത് ചെയ്ത് ഇവർ രണ്ടുപേരും? ആ ഫിനാലേൻ്റെ ആ ഒരു വീക്ക് വന്ന സമയത്ത് നൂറയ്ക്ക് അറിയാം അതിൽ ജയിച്ചില്ലെങ്കിൽ ഔട്ടാണെന്ന് 100% അറിയാം. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ജയിച്ചു, അതവൾ ഡിസേർവിങ് ആണ്. അതല്ലാതെ അതിനു മുന്നേക്ക് ഇവരെന്താണ് ചെയ്തത്? അത്രയും നാൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ടും അനുമോളുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് ഇപ്പം കുറേ പോയവരെല്ലാം തിരിച്ച് കയറി വന്ന് അനുമോക്കാണ് സപ്പോർട്ടെന്ന് അറിഞ്ഞപ്പോൾ നൂറ ജയിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവക്കിട്ട് അങ്ങോട്ട് കുത്തുന്നു. അതിന് കൂട്ട് അക്ബർ പിന്നെ അങ്ങനെ ആണല്ലോ, എന്ത് കരച്ചിലാണ് കരയുന്ന, ബാക്കിയുള്ളവർ കരയുമ്പോൾ അഭിനയം. അക്ബർ കരഞ്ഞ അഭിനയമല്ല, റിയല്. എന്താണ് ഒരു പെൺകൊച്ചിനെ ഇത്രത്തോളം അവിടെ ഹരാസ് ചെയ്യാവോ, ടോർച്ചർ ചെയ്യാവോ, അതെല്ലാം അവിടെ ആ ഒരു വീട്ടിൽ നടന്നിട്ടുണ്ട്. കപ്പ് ആർക്കടിക്കും അതൊന്നും നമുക്കറിയണ്ടായില്ല. പക്ഷേ ഈ ഒരു സീസൺ എടുത്ത് നോക്കിയാൽ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇതിനും മാത്രം ടാർഗറ്റ് ചെയ്ത്, ഇതിനും മാത്രം ടോർച്ചർ ചെയ്യുക, ഹരാസ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്തേക്കുക. എന്നിട്ടും ആ കൊച്ചവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ബിഗ് സല്യൂട്ട്. ഒരു PR കോപ്പും ഒന്നുമല്ല ഞാൻ അനുമോളുടെ. എൻ്റെ വീഡിയോ നിൽക്കുകയാണെങ്കിൽ എടുത്ത് നോക്കാം. പക്ഷേ ഞാൻ സ്ഥിരം കാണുന്നൊരു വ്യക്തിയാണ്. ഇത് വെറും വൃത്തിയായിട്ട് പരിപാടിയായി, വെറും വൃത്തിയായിട്ട് പരിപാടി.